വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഇന്ന് സൺഡേ ആണ്. നമ്മളിന്ന് മാച്ചാങ്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. മാച്ചാന്ന് വെച്ചാൽ ഒരു മീനാണ് കേട്ടോ. നമ്മുടെ കടലിൽ ഉണ്ടാകുന്ന ഒരു കടലിൽ കാണുന്ന ഒരു മീനാണ്. അപ്പോൾ അത് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. കൂട്ടത്തിൽ കപ്പയും ഉണ്ടാവും. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് മാച്ചാങ്കറിയും കപ്പയും ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ സനാപ്പിയാണ് മാച്ചാൻ കൊണ്ടുവന്നത്. കപ്പ 4 മാച്ചാനുണ്ടല്ലോ. ഇടത്തരം മാച്ചാണല്ലേ? ഞങ്ങളുടെ വീട് നിൽക്കുന്ന അവിടെ മൊത്തം മണ്ണാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ മൊത്തം മണ്ണായിരിക്കും. അകത്തായിട്ട് മണ്ണ് ചവിട്ടി കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇപ്പം മാറ്റേ മൊത്തം മണ്ണാണ്. ഇവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തായിട്ടിറങ്ങി പിന്നെ അകത്തായിട്ട് കയറി കഴിഞ്ഞാൽ അപ്പം മണ്ണാണ്. പേരുടെ അകവ് ഒരു 2-3 പ്രാവശ്യം തൂക്കണം. എന്നാൽ മാത്രമേ ഇപ്പം തുടച്ചിട്ട് വെച്ചാണ്. എന്നാൽ മാത്രമേ മണ്ണൊക്കെ വീടിൻ്റെ അകത്തുനിന്ന് മാറുള്ളൂ. എൻ്റെ മാതാസ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി ഒഴിച്ച് മാച്ചാൻ കഴുകാൻ പോവുകയാണ്. ഇത് എങ്ങോട്ട് കൊണ്ടുപോകും? അവിടെ നിന്നാണ് കഴുകണം. ചൂട് കാലത്താണ് വെള്ളക്കാർ മാച്ചാനുണ്ടാവണം. ഇത് മീതെ വരുമല്ലേ? വെള്ളത്തിന് മീതെ വരും. തണലില്ലേ മാച്ചൻ എപ്പോഴും കിട്ടുന്ന സാധനമൊന്നുമല്ല. മാച്ചൻ കിട്ടണത് ഭാഗ്യമുള്ളവനെയൊക്കെ മാച്ചൻ കിട്ടുള്ളൂ. ഭാഗ്യ മീനാണ് മാച്ചൻ എന്ന് പറയുന്നത്. ഭാഗ്യ മീനാണ് മാച്ചൻ. മാച്ചൻ ഇതിന് തേക്കണം. ഇത് തേക്കണം. വെട്ടാൻ പാടാണ് ഈ മീൻ. വെട്ടാൻ വേറെ സുഹൃത്തുക്കൾ, അങ്ങനെ മാച്ച നമ്മൾ വെട്ടി തേച്ച് അത് കഴുകിയെടുത്ത് ഇനി അത് കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ്. ഒരു മാച്ച നമ്മൾ 2 കഷ്ണമായിട്ടാണ് മുറിക്കുന്നത്. നമ്മളതെല്ലാം കഴുകി വൃത്തിയാക്കി അടുത്തൊരു പാത്രത്തിലായിട്ട് മാറ്റുവാണ്. സുഹൃത്തുക്കൾ, നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് ചട്ടി വെക്കാൻ പോവുകയാണ്. തിളക്കണമല്ലോ ഇനി. ഇത് കടുക് ഇടണമല്ലോ. കടുക് പൊട്ടി ഗൈസ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് മുട്ടിക്കണമല്ലോ. പിന്നെ സവാള ഇട്ട് പച്ചമുളകും സവാളയെല്ലാം മൂപ്പിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇടാൻ പോവുകയാണ്. മഞ്ഞൾ പൊടി ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടും. അപ്പൊ കുറച്ചിട്ടാൽ മതി. അവിടെ 2 സൈസ് മുളക് പൊടിയും കൂടി ചേർത്താണ്. ഞങ്ങളധികം എരിവ് അധികം അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ കാശ്മീർ മുളക് പൊടിയും പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള മുളക് പൊടി ഇടും. സാധാരണ എരിവുള്ള മുളക് പൊടി നമ്മൾ കുറച്ചേ ഇടത്തുള്ളൂ. കാര്യം ഇവിടെ അങ്ങനെ ആരും അധികം എരിവ് കഴിക്കാറില്ല. അതുകൊണ്ടാണ് കുറച്ചിട്ടാൽ മതി. നമ്മൾ അതെല്ലാം വാട്ടിയെടുത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുവാണ്. കളറൊക്കെ മാറി. ഇത് ഒഴിക്കണം. ഇതിലായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കും കേട്ടോ. ഉപ്പ് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് പാകത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അമ്മച്ചി വേർത്ത്. അമ്മച്ചി മാത്രമല്ല ഞാനും വേർത്ത്. ചൂടാണ് ഇവിടെ. പുളി ഇടണേ. നമ്മുടെ നാടൻ ഉടമ്പുളി കൂടി ഇട്ട് വറ്റിച്ചൊരു കറിയാണ് ഉണ്ടാക്കുന്നത് സുഹൃത്തുക്കളെ. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരണം. തീയൊക്കെ നമ്മൾ കൂട്ടിയിട്ടൊക്കെയാണ്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലായിട്ട് മീനിടും അല്ലേ? മീനിവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ച് ചാറ് തിളച്ചിട്ടുണ്ട്. ഇനി അതിലായിട്ട് നമ്മൾ മീനിട്ട് കൊടുക്കുവാണ്.
മീനെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി അതൊന്ന് ഇളക്കി മൊത്തം ഒന്ന് മിക്സ് ചെയ്യുവാണ്. കാര്യം ആ ചാറ് എല്ലാത്തുമേലൊന്ന് പിടിക്കണം, അതിൻ്റെ അരപ്പ് എല്ലാത്തുമേലും പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുവാണ്. ചാറിൽ നമ്മൾ ആ മീൻ മുക്കി വെച്ച് ഞാൻ കൂടി ഒന്ന് ഇളക്കി നോക്കണം എങ്ങനെ ഉണ്ടാവുന്നു. നമ്മൾ കുറച്ച് ഇറക്കിയാണ് മൂടി വെച്ചേക്കുന്നത്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്തായി നമ്മുടെ മീൻ കറിയെന്ന്. സോ അത് നമ്മുടെ കറി തിളച്ചിടാം, നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. അടിപൊളി വെട്ടിത്തിളച്ചിടാൻ. ഇതും കപ്പയും കൂടി ഒരു പിടി പിടിക്കണം. അതല്ല നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ആണോ ഉള്ളതെന്ന് കാണിച്ചു തരാം. സുധിക നമ്മൾ കപ്പയും മാച്ചാനും കൂടി കഴിക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഞങ്ങൾ മാച്ചാൻ കറിയൊക്കെ കൂട്ടി ഞാനും അമ്മച്ചി അപ്പായും കൂടി ചോറൊക്കെ കഴിച്ച് ഇപ്പം ഒരു കഴിച്ച് കഴിഞ്ഞ് അടിപൊളി കറിയായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്യണം. മാച്ചാൻ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ മാച്ചാൻ എന്നാണ് ഇതിന് പറയുന്നത്. പല നാട്ടിലും പല പേരായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളവിടെ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും പോവുകയാണ് ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.